ഓൾ വെൽക്കം ബാക്ക് ടു വിങ്സ് അക്കാദമി. വിങ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് പറയുന്ന പോയമാണ്. അപ്പോൾ ഈ പോയത്തിൽ ഇപ്പോൾ നിങ്ങൾ സ്കൂളിലായാലും ട്യൂഷൻ ക്ലാസ്സിലായാലും പഠിച്ചിട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ എപ്പോഴും ഇതിന് എന്താണ് ക്വസ്റ്റ്യൻ വരാം, എക്സാമിന് എന്താണ് ക്വസ്റ്റ്യൻ വരാമെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾക്ക് ഷുവർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും അപ്രീസിയേഷൻ, ഈ പോയത്തിൻ്റെ അപ്രീസിയേഷൻ. അപ്പോൾ കുറേ കുട്ടികൾ കംപ്ലൈൻ്റ് ആയി പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്രീസിയേഷൻ ഭയങ്കര ലോങ് ആണ്, പഠിക്കാനായിട്ട് പറ്റണില്ല, മനസ്സിലാവണില്ല എന്നാണ്. അപ്പോൾ എങ്ങനെ ഈ ഒരു ചാപ്റ്ററിൻ്റെ അപ്രീസിയേഷൻ ഷോർട്ടായി മനസ്സിലാക്കി പഠിക്കാമെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അതുമാത്രമല്ല എക്സാമിന് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കണ മറ്റു പല ക്വസ്റ്റ്യൻസും ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കാണും. നമുക്ക് ഫസ്റ്റ് നോക്കാം, ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. അതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. ഓക്കെ, അപ്പം നമ്മൾ എപ്പോഴും എല്ലാ ചാപ്റ്റർ പഠിക്കുമ്പോഴും എന്താണ് ആ ഒരു ഓഥറിൻ്റെ പേരും പഠിച്ചിരിക്കണം. പക്ഷെ പ്രത്യേകിച്ച് ഒരു പോയം പഠിക്കുമ്പോൾ നമ്മൾ എന്തായാലും ഓഥറിൻ്റെ പേര് എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ഓഥർ ആരാണെന്ന് നോക്കിയാലോ. ഓഥർ ആരാണെന്ന് നോക്കിയേ, വില്യം വേർഡ്സ്വർത്ത് ആണ് ഈ ഒരു പോയം എഴുതിയിരിക്കുന്നത്. ആരാണ്? വില്യം വേർഡ്സ്വർത്ത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടാവും. വില്യം വേർഡ്സ്വർത്തിനെ പറ്റി മിസ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. വില്യം വേർഡ്സ്വർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മേജർ റൊമാൻറ്റിക് പോയിറ്റാണ് വില്യം വേർഡ്സ്വർത്ത്. ഓക്കെ, റൊമാൻറ്റിസം എന്ന് പറഞ്ഞിട്ട് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലെ ഒരു മേജർ, ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് പോയിറ്റാണ് നമ്മുടെ വില്യം വേർഡ്സ്വർത്ത് പറയുന്ന ആൾ. ഓക്കെ, അപ്പോൾ എന്താണ് ഈ റൊമാൻറ്റിക് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ റൊമാൻറ്റിക് എന്ന് പറഞ്ഞോട് ഉദ്ദേശിക്കുന്നത് നേച്ചറിനോടും, നേച്ചറും പിന്നെ ആരാ, മാനും, അതായത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള കണക്ഷൻ, അതാണ് മെയിനായിട്ട് നമ്മുടെ തീം എന്ന് പറയുന്നത്, വില്യം വേർഡ്സ്വർത്തിൻ്റെ തീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നേരെ അപ്രീസിയേഷൻ നോക്കിയാലോ. ഓക്കെ, നോക്കിയേ, the poem Lines Written in Early Spring, which celebrates the relation between man and nature, is written by the most famous romantic poet William Wordsworth. അതായത് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ സെലിബ്രേറ്റ് ചെയ്യണത്, അല്ലെങ്കിൽ അതിൽ മെയിനായിട്ട് പറയണത് എന്താണ്, റിലേഷൻ ബിറ്റ്വീൻ മാൻ ആൻഡ് നേച്ചർ, അതായത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള റിലേഷനാണ് ഏതിൽ പറയണത്, ഈ ഒരു പോയത്തിൽ പറയണത്. മാത്രമല്ല എന്താണ്, ഈ ഒരു പോയം എഴുതിയേക്കുന്നത് ആരാണ്, ഫേമസ് ആയിട്ടുള്ള റൊമാൻറ്റിക് പോയറ്റായ ആരാണ്, വില്യം വേർഡ്സ്വർത്ത് ആണ് ഈ ഒരു പോയം എഴുതിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. The poet rejoices in the sights and sounds of nature and at the same time laments on what man has made of man. അതായത് the poet rejoices എന്ന് പറഞ്ഞാൽ എന്താ, ഹാപ്പി ആവുക അല്ലെങ്കിൽ സന്തോഷിക്കുക. അതായത് പോയറ്റ് സന്തോഷിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് പോയറ്റ് സന്തോഷിക്കുന്നത്? നേച്ചറിലുള്ള സൈറ്റ്സ് മീൻസ് സീനറീസ് ഒക്കെ ഇല്ലേ, നേച്ചറിലുള്ള സൈറ്റ്സും സൗണ്ട്സ്. എന്താണ് ഈ നേച്ചറിൻ്റെ സൗണ്ട്സ് എന്നോട് ഉദ്ദേശിക്കുന്നത്? അതായത് ഈ ബേർഡ്സിൻ്റെ സൗണ്ട്, പിന്നെന്താ കാറ്റത്തെ ഇല ആടുന്ന സൗണ്ട്, ഇതൊക്കെയാണ് നേച്ചറിൻ്റെ സൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ പോയറ്റിന് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എന്താണ്, നേച്ചറിലെല്ലാം നന്നായി നടക്കണ കാണുമ്പോൾ എന്താണ്, പോയറ്റിന് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷേ എന്താണ്, അറ്റ് ദി സെയിം ടൈം ആ ഒരു നിമിഷത്തിൽ തന്നെ എന്താലോചിച്ച് വിഷമിക്കുകയാണ്, ലാമൻസ് എന്ന് പറഞ്ഞാൽ വിഷമം, സങ്കടം. എന്താലോചിച്ച് സങ്കടപ്പെടാണ്, എന്താലോചിച്ചാണ്, വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, അതായത് മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് ചെയ്യുന്ന കാര്യങ്ങൾ ആലോചിച്ചിട്ട് തന്നെ ആർക്ക് സങ്കടം വരാണ്, നമ്മുടെ പോയറ്റിന് സങ്കടം വരാണ്. അതാണ് നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. ഇനി സെക്കൻഡ് പാരഗ്രാഫ് നോക്കിയേ. ദി പോയറ്റ് വൺസ് സിറ്റ്സ് ഇൻ എ ഗ്രോ ഇൻ എ വെരി കാം ആൻഡ് റിലാക്സ്ഡ് മൂഡ്. അതായത് പോയറ്റ് എന്താണ്, ഒരു ദിവസം പോയറ്റ് ഒരു ദിവസം എവിടെ ഇരിക്കുകയാണ്, ഒരു ഗ്രോ എന്ന് വെച്ചാൽ എന്താണ്, ഒരു തോട്ടത്തിലിരിക്കുകയാണ്. തോട്ടത്തിൽ ഭയങ്കര കാമായി റിലാക്സ്ഡ് ആയിട്ട് റിക്ലൈൻഡ് ആയിട്ടാണെന്നാണ് പറയണത്. പോയത്തിൽ എന്താ പറയണത്, റിക്ലൈൻഡ് ആയിട്ട്, സെയ്റ്റ് റിക്ലൈൻഡ് എന്നാണ് പറയണത്. അതായത് ഭയങ്കര കാമായി റിലാക്സ്ഡ് ആയിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഹി ഹിയേഴ്സ് ലോട്ട്സ് ഓഫ് വേരിയസ് സൗണ്ട്സ് ആൻഡ് സോങ്സ് ആൻഡ് സീ മെനി പ്ലസൻറ്റ് സൈറ്റ്സ്. അതായത് ആ ഒരു സമയത്ത് എന്താണ്, പലതരത്തിലുള്ള സൗണ്ട്സും സോങ്സും. എവിടെയാണ് ഇരിക്കേണ്ടത്, ഒരു തോട്ടത്തിലാണ്. അപ്പോൾ തോട്ടത്തിലിരിക്കുമ്പോൾ എന്തൊക്കെ സൗണ്ട് കേൾക്കാൻ പറ്റും, പല പക്ഷികളുടെ സൗണ്ട് കേൾക്കാം. പിന്നെ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ, കാറ്റത്തേല ആടുന്ന സൗണ്ട്, പിന്നെ പുഴ അല്ലേ, പുഴയൊക്കെ ഒഴുകുമ്പോൾ എന്താണ്, ഒരു സൗണ്ട് ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സൗണ്ടുകളൊക്കെ കേൾക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ സൗണ്ട്സ് കേൾക്കുമ്പോൾ എന്താണ്, ആ വേരിയസ് സൗണ്ട്സും സോങ്സ് കേൾക്കുമ്പോൾ നമ്മുടെ പോയറ്റിന് ഭയങ്കര എന്താണ്, ഭയങ്കര ഒരു ഹാപ്പിനെസ് തോന്നുകയാണ് ആ സമയത്ത്. At the same time, some painful thoughts come into his mind and he becomes sad.
പക്ഷേ ആ ഒരു സെയിം ടൈമിൽ തന്നെ അതേ സമയത്ത് എന്താണ് കുറച്ച് വിഷമുള്ള പെയിൻഫുൾ ആയിട്ടുള്ള തോട്ട്സ് ആരുടെ മൈൻഡിലോട്ട് വരാണ്? നമ്മുടെ പോയറ്റിൻ്റെ മൈൻഡിലോട്ട് വരാണ്. അത് ആരെ വിഷമിപ്പിക്കുകയാണ്? നമ്മുടെ പോയറ്റിനെ വിഷമിപ്പിക്കുകയാണ്. ആരെ പറ്റി ആലോചിക്കുമ്പോഴാണ് വിഷമം അവിടെ? നമ്മുടെ മനുഷ്യന്മാരെ പറ്റി ആലോചിക്കുമ്പോൾ വിഷമവും നേച്ചറിനെ പറ്റി ആലോചിക്കുമ്പോൾ സന്തോഷമാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടായിരിക്കും മനുഷ്യന്മാരെ പറ്റി ആലോചിക്കുമ്പോൾ വിഷമം വരാനുള്ള റീസൺ എന്തായിരിക്കും? കാരണം മനുഷ്യരാണ് അല്ലേ, മനുഷ്യന്മാരാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നേച്ചറിൽ ഉള്ള എന്തൊക്കെയാണ്? ഇപ്പോൾ ബേർഡ്സ്, ആനിമൽസ്, അങ്ങനെയുള്ള കുറേ ക്രീച്ചേഴ്സ് ഉണ്ട് അല്ലേ. പക്ഷെ എന്നാലും മനുഷ്യന്മാർ അല്ലേ, മനുഷ്യന്മാരാണ് കൂടുതൽ പ്രശ്നങ്ങൾ നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാക്കണത്, സൊസൈറ്റിയിലായാലും നേച്ചറിലായാലും ഉണ്ടാക്കണത്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. He sees the primrose and periwinkle make wreaths in the bower there. അതായത് പ്രിംറോസ് എന്ന് പറയുന്നതും പെരിവിങ്കിൾ എന്ന് പറയുന്നതും രണ്ട് പൂക്കളാണ്. അപ്പോൾ ഈ പൂക്കൾ എന്താ ഒരുമിച്ച് ഒരു ബോവർ, ബോവർ എന്ന് വെച്ചാൽ ലൈക്ക് ഇപ്പോൾ ഒരു ആർച്ച് പോലത്തെ ഒരു സംഭവം ഉണ്ട്, നമുക്കിങ്ങനെ വള്ളിച്ചെടിയൊക്കെ പടർത്തി വിടുന്നത്. അപ്പോൾ ആ ഒരു ബോവറിൽ ഒരുമിച്ച് വളരാണ്. He believes that every flower enjoys the air it breathes. അപ്പോൾ നമ്മുടെ പോയിന്റ് എന്താ വിചാരിക്കണത്? എല്ലാ ഫ്ലവേഴ്സും എന്താണ്, അവർ ബ്രീത്ത് ചെയ്യണം, അവർ ശ്വസിക്കണ ആ ഒരു എയർ, വായു എന്താണ്, അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് ഇപ്പോൾ പ്രിംറോസിന്റെ വീട്ടിലോട്ടാണ് ആര് വരുന്നത്? പെരിവിങ്കിൾ അനുവാദം കൂടാതെ വരുന്നത്. അപ്പോൾ അവർ തമ്മിൽ അപ്പോഴും എന്താണ്, ഭയങ്കര എന്താണ്, യൂണിറ്റിയോട് കൂടിയാണ് ജീവിക്കുന്നത്. പക്ഷേ ഇപ്പം നമ്മുടെ വീട്ടിലോട്ട് പെട്ടെന്ന് ഒരാൾ ഇടിച്ചു കയറി വരികയാണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ സമ്മതിക്കുമോ? അല്ലെങ്കിലും ചില ആൾക്കാരുണ്ട് അല്ലേ, ഒരാളുടെ ഭയങ്കര ഒരു കഷ്ടപ്പാടുള്ള ഒരു സമയത്ത് സഹായിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ചില ആൾക്കാർ സഹായിക്കില്ല അല്ലേ. അപ്പോൾ ഇവിടെ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാർ അങ്ങനെയാണ്, പക്ഷെ പ്രകൃതിയിൽ എന്താണ് സംഭവിക്കുന്നത്? പ്രകൃതിയിൽ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. The birds around him express their thrill of pleasure by hopping and playing in the grove. അതായത് ആദ്യം പറഞ്ഞത് എന്തിനെ പറ്റിയാണ്? പൂക്കളെ പറ്റിയാണ്. ഇനി പറയാൻ പോകുന്നത് ബേർഡ്സിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇയാൾക്ക് ചുറ്റും, ഇയാൾ എവിടെയായിരിക്കണത്? ഗ്രോവിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇയാൾക്ക് ചുറ്റും എന്തുണ്ട്? കുറേയധികം ബേർഡ്സ് ഉണ്ട്. ഇയാൾക്ക് ചുറ്റും എന്തുണ്ട്? കുറേയധികം ബേർഡ്സ് ഉണ്ട്. അപ്പോൾ ഈ ബേർഡ്സ് ഹോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാടുക, മറ്റേ HOPE അല്ല ഇവിടെ, കറക്റ്റായിട്ട് സ്പെല്ലിങ് നോക്കാം കേട്ടോ. ഓക്കെ, ഹോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചാടുക. അപ്പോൾ ഈ ഒരു ഗ്രോവിൽ നമ്മുടെ ബേർഡ്സ് ചാടനുണ്ട്, കളിക്കുന്നുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ he also notices the budding twigs spread out their tender leaves to catch the breezy air. ഓക്കെ, അപ്പോൾ നേരത്തെ ബേർഡ്സിൻ്റെ കാര്യം പറഞ്ഞിട്ട് നമുക്ക് അതിലോട്ട് പോകാം കേട്ടോ. ബേർഡ്സിൻ്റെ കാര്യം പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചാടനുണ്ട്, കളിക്കുന്നുണ്ട്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ അവരുടെ ഉള്ളിൽ എന്താണെന്നുള്ള ഇമോഷൻസ് ഒന്നും ആർക്കും മനസ്സിലാക്കാൻ പറ്റൂല, നമ്മുടെ പോയിന്റിന് മനസ്സിലാക്കാൻ പറ്റൂല. പക്ഷേ പുറത്തവർ കാണിക്കണ ഒരു സന്തോഷം കാണുമ്പോൾ പോയിന്റിന് എന്ത് മനസ്സിലാവുന്നുണ്ട്? അവരും ഹാപ്പിയാണ്. അപ്പോൾ രണ്ടാൾക്കാരുടെ കാര്യം പറഞ്ഞു. ആരൊക്കെ കാര്യമാണ് പറഞ്ഞത്? പൂക്കളുടെ കാര്യം പറഞ്ഞു. പൂക്കൾ എന്താണ്? ഹാപ്പിയാണ് അല്ലേ. അവർ ബ്രീത്ത് ചെയ്യണ ഒരു എയർ എന്താണ്, അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബേർഡ്സും അതേപോലെ തന്നെ ഹാപ്പിയാണ്. ഇനി പറയുന്നത് എന്താണ്? ബഡ്ഡിങ് ടിക്സുകളുടെ കാര്യമാണ്. ബഡ്ഡിങ് ടിക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയതായി മുളച്ച് വരുന്ന ആ ഒരു ചില്ലകൾ ഉണ്ടാവില്ലേ, ആ ചില്ലകളുടെ ഉള്ളിൽ നിന്നാണ് എന്ത് വരാം, അതായത് പുതിയ നാമ്പുകൾ, ഇലകൾ വരാം അല്ലേ. അപ്പോൾ ഈ ഇലകൾ പുറത്തോട്ട് വരാണ്. എന്തിനു വേണ്ടിയിട്ടാണ് പുറത്തോട്ട് വരുന്നത്? ടു ക്യാച്ച് ദ ബ്രീസി എയർ. ബ്രീസി എയർ എന്ന് വെച്ചാൽ എന്താണ്? ആ ഒരു തണുത്ത ഒരു വായു, ആ ഒരു കാറ്റിനെ പിടിക്കാൻ വേണ്ടിയിട്ട് എന്താണ്? പുറത്തോട്ട് വരാണ് അല്ലേ. ആ ഒരു തണുത്ത ആ ഒരു കാറ്റിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ആര് പുറത്തോട്ട് വരാണ്? നമ്മുടെ ബഡ്ഡിങ് ടിക്സിൻ്റെ ഉള്ളിൽ നിന്ന് ടെൻഡർ ലീവ്സ് വെച്ചാൽ എന്താണ്? പുതിയ നാമ്പുകൾ, ഇളം നാമ്പുകൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ടെൻഡർ ലീവ്സ് എന്താണ്? പുറത്തോട്ട് വരണം. എന്തിനു വേണ്ടിയിട്ടാണ്? ബ്രീസി എയറിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവരുടെ ആ ഒരു ഫ്രീഡം, ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നോക്കിയേ. He believes that there is pleasure everywhere in nature, that is the belief sent by heaven. ഓക്കെ, ഇവിടെ ബിലീഫ് എന്നാണ് കേട്ടോ, ബിലീഫ് സെൻഡ് ബൈ ഹെവൻ. അതായത് അയാളൊരു കാര്യം, നമ്മുടെ പോയിട്ട് ഒരു കാര്യം വിശ്വസിക്കുന്നുണ്ട്. എന്താണ് വിശ്വസിക്കുന്നത്? അതായത് നേച്ചറിൽ എല്ലായിടത്തും ഒരു പ്ലഷർ, ഒരു സന്തോഷമുണ്ട്. അത് എവിടെ നിന്ന് അയച്ച ബിലീഫാണ്? ഹെവനിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് അയച്ച ബിലീഫാണെന്നാണ് പറയണത്. അപ്പോൾ ഒരു കാര്യം പറഞ്ഞെങ്കിൽ ഓർമ്മിച്ച് വെച്ചാൽ മതി, നേച്ചറിൽ, അതായത് ബഡ്ഡിങ് ടിക്സിൻ്റെ കാര്യമായാലും ബേർഡ്സിൻ്റെ കാര്യമായാലും ഇനി പ്രിംറോസിനെ പെരിവിങ്കിളിൻ്റെയും കാര്യമായാലും എന്താണ്? അവരെല്ലാവരും ഹാപ്പിയാണ്. അവരെല്ലാവരും നേച്ചറിലെ ഘടകങ്ങളാണ്. അവരെല്ലാവരും എന്താണ്? ഹാപ്പിയാണ്. ഇനി പറയാൻ പോണത് മനുഷ്യന്മാരുടെ കാര്യമാണ് കേട്ടോ. നോക്കിയേ, നെക്സ്റ്റ് നോക്കാം.
ബട്ട് വെൻ ഹി തിങ്സ് ഓഫ് ദി ഹ്യൂമൻ വേൾഡ് ഹി ബിക്കംസ് സാഡ്. അതായത് ആൾ പെട്ടെന്ന് എന്തിനെ പറ്റി ചിന്തിക്കുകയാണ്? ഹ്യൂമൻ വേൾഡിനെ പറ്റി ചിന്തിക്കുകയാണ്. അത് ചിന്തിക്കുമ്പോൾ ആൾ പെട്ടെന്ന് സാഡ് ആവാണ്. സാഡ് ആവാനുള്ള റീസൺ എന്തായിരിക്കും? കാരണം മനുഷ്യന്മാരാണല്ലേ കുറേ അധികം പ്രശ്നങ്ങൾ ഈ പ്രകൃതിയിലായാലും അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആ ഒരു വർഗത്തിനോടായാലും ചെയ്യുന്നത് ആര് തന്നെയാണ്? മനുഷ്യന്മാർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എന്ത് നമ്മുടെ പോയിറ്റിനൊരു വിഷമം തോന്നുന്നത്. വാട്ട് മാൻ ഹാസ് ഡൺ ടു ദി മാൻകൈൻഡ് ആസ് വെൽ ആസ് ടു ദി നേച്ചർ മേക്സ് ഹിം അൺഈസി ആൻഡ് അൺപ്ലസന്റ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് മനുഷ്യനോട് ചെയ്യണ കാര്യവും, അതായത് മനുഷ്യന്മാരോട് ചെയ്യണ കാര്യവും അതുപോലെ തന്നെ പ്രകൃതിയോട് ചെയ്യണ കാര്യം എന്താണ് നമ്മുടെ പോയിറ്റിനെ അൺഈസിയും അൺപ്ലസൻറ്റും ആക്കുന്നുണ്ട്. അതായത് പോയിറ്റിന് എന്താണ് ഭയങ്കര വിഷമം, മനസ്സിന് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ദി പോയിറ്റ് റിയലൈസസ് ദാറ്റ് ഹ്യൂമൻ ഡു ഓൾ ദ ക്രുവാലിറ്റീസ് എമംഗ് ദംസെൽഫ് ആൻഡ് ദി നേച്ചർ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോയിറ്റ് മനസ്സിലാക്കുകയാണ്. പോയിറ്റ് എന്താണ് മനസ്സിലാക്കണത്? മനുഷ്യന്മാരെന്താണ് അവൻ്റെ വർഗത്തിനോടും കൂടാതെ നേച്ചറിനോട് മനുഷ്യന്മാർ ചെയ്യുന്ന ക്രൂരതകൾ എന്തായിരിക്കും? ലൈക്ക് ഡീഫോറസ്റ്റേഷൻ, പിന്നെന്താണ് മണ്ണിലോട്ട് പ്ലാസ്റ്റിക് വലിച്ചെറിയുക, പിന്നെ എന്താണ് പുഴയിൽ നിന്ന് മണ്ണ് വരാ, ഇതൊക്കെ. പിന്നെ മനുഷ്യനോട് ചെയ്യുന്ന ക്രൂരതകൾ എന്താണ്? നമ്മൾ എല്ലാ ദിവസവും കണ്ടുവരുന്നതാണല്ലേ. ഇപ്പം ന്യൂസിലായാലും എന്തൊക്കെയാണ്? ഒരാളെ കൊല്ലുക, വഞ്ചിക്കുക, ചതിക്കുക, റേപ്പ് ചെയ്യുക, ഇതൊക്കെ എന്താണ്? മനുഷ്യനോട് ചെയ്യുന്ന ക്രൂരതകൾ തന്നെയാണ്. ഓക്കെ, all these wrongdoings are against the holy plan of nature. അതായത് ഈ എല്ലാ റോങ് ഡൂയിങ്സും, തെറ്റായ പ്രവർത്തികളും എന്തിന് അഗെയിൻസ്റ്റ് ആണ്? നമ്മുടെ നേച്ചറിന് എന്താണ്? ഒരു വിശുദ്ധമായൊരു പ്ലാൻ ഉണ്ട്. വിശുദ്ധമായൊരു പ്ലാൻ എന്തിനുണ്ട്? നേച്ചറിനുണ്ട്. ആ ഒരു പ്ലാനിന് അഗെയിൻസ്റ്റ് ആണെന്നാണ് പറയണത്. നേച്ചറിൽ എന്താണ്? നേച്ചറിൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ എന്താണ്? എല്ലാവരും സന്തോഷത്തോടു കൂടി ഒരു യൂണിറ്റിയോട് കൂടി ജീവിക്കണം എന്നാണ്. പക്ഷേ മനുഷ്യന്മാർ ചെയ്യണത് എല്ലാം എന്തിനെതിരാണ്? നമ്മുടെ നേച്ചറിൻ്റെ ആ ഒരു ഹോളി പ്ലാനിന് എതിരാണ്. ഓക്കെ, ക്ലാസ് നോക്കിയേ. ദി പോയറ്റിക് ഡിവൈസസ് ലൈക്ക് അലിട്രേഷൻ, പേഴ്സോണിഫിക്കേഷൻ, ഓഡിറ്ററി എന്നുണ്ട്, വിഷ്വൽ ഇമേജ്, ഹൈപ്പർബോൾ മേക്സ് ദി പോയം ഇൻട്രസ്റ്റിംഗ്. അതായത് എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോയത്തിൽ എന്താണ്? നമ്മൾ ലാസ്റ്റ് എഴുതുന്ന സെൻറ്റൻസ് ആണ്, എല്ലാവർക്കും അറിയണ കാര്യമാണ്. അലിട്രേഷൻ, പിന്നെന്താണ് പേഴ്സോണിഫിക്കേഷൻ, നെക്സ്റ്റ് എന്താ ഓഡിറ്ററി ഇമേജ്, വിഷ്വൽ ഇമേജ്, ഹൈപ്പർബോൾ എന്താണ് ആ പോയത്തിന് ഇൻട്രസ്റ്റിംഗ് ആക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഒരു പരിചയമില്ലാത്തൊരു സംഭവമാണ് എന്ത്? ഈ ഹൈപ്പർബോൾ എന്ന് പറയുന്നത്. ഹൈപ്പർബോൾ എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മളൊരു ചെറിയ കാര്യത്തിനെ ഭയങ്കര വലുതാക്കി പറയില്ലേ? ഇപ്പോൾ ഒരു ചെറിയ കാര്യം, ഇപ്പം ഞാൻ പറയാണ് എനിക്ക് വിശക്കുന്നു എന്ന് പറയാണ്. അപ്പോൾ അതിന് പകരം എന്താ? എനിക്കൊരു ആന തിന്നാനുള്ള വിശപ്പുണ്ടെന്ന് പറയുന്നുണ്ടെന്ന് വിചാരിക്കാം. ശരിക്കും ആനനെ തിന്നു ഇല്ല. അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുക? ഒരു ചെറിയ കാര്യത്തിന് എന്താണ് ഭയങ്കര ഡെക്കറേഷനോട് കൂടി പറയാം, ആലങ്കാരികമായി പറയണമെങ്കിൽ നമ്മൾ ഇതെന്ന് പറയാം? ഹൈപ്പർബോൾ എന്ന് പറയാം. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. പേഴ്സോണിഫിക്കേഷൻ, അലിട്രേഷൻ, ഇതിനെല്ലാത്തിനും ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ത്? നമ്മുടെ അപ്രീസിയേഷൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് ഈ ഒരു അപ്രീസിയേഷൻ എന്ത് ചെയ്യുക? ഒരു നോട്ട്ബുക്കിലോട്ടൊക്കെ എഴുതിയെടുത്ത് കറക്റ്റായിട്ട് പഠിക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഒന്ന് വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ കേട്ടോ. ഇതാണ് ഫസ്റ്റ് പേജ്, സെക്കൻഡ് പേജ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ ഇതിൽ നിന്ന് ചോദിക്കണം, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കണം അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് എന്ത്? എങ്ങനെ, അതായത് ഒരു സ്റ്റാൻസ അല്ലെങ്കിൽ 1, 2, 3 സ്റ്റാൻസുകൾ തന്നിട്ട് എന്താണ് അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പോയത്തിൻ്റെ ഒരു 3 സ്റ്റാൻസുകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നോക്കി, I heard 1,000 blended notes while in a grove I sat reclined. അങ്ങനെ ഒരു 3 സ്റ്റാൻസ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി ക്വസ്റ്റ്യൻസ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കാം. നമ്മൾ ഓൾറെഡി അപ്രീസിയേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊക്കെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും അല്ലേ? അപ്പോൾ നോക്കിയേ, വാട്ട് ട്രിഗേർഡ് സാഡ് തോട്ട്സ് ഇൻ ദി പോയിറ്റ്സ് മൈൻഡ്. അതായത് എന്താണ് ആ ഒരു പോയിറ്റിൻ്റെ മൈൻഡിലോട്ട് സാഡ് ആയിട്ടുള്ള തോട്ട്സ് വരാനുള്ള റീസൺ എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്തായിരിക്കും റീസൺ? എന്തായിരിക്കും നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ? എന്താണ് റീസൺ? നിങ്ങൾക്കിപ്പോൾ ഇത്ര എഴുതിയാൽ മതി. വാട്ട് മാൻ ഹാസ് ഡൺ ടു ദി മാൻ കൈൻഡ്, വാട്ട് മാൻ ഹാസ് ഡൺ ടു ദി മാൻ, ഇത്ര എഴുതിയാൽ മതി. അതാണ് അതിൻ്റെ ആൻസർ. മനസ്സിലായോ? എന്താണ് അതിൻ്റെ ആൻസർ? എന്താണ്? വാട്ട് മാൻ ഹാസ് ഡൺ ടു ദ മാൻ കൈൻഡ്, അതാണ് ആൻസർ. ഓക്കെ, ഇനി പിക്ക് ഔട്ട് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ഹൈപ്പർബോൾ ഫ്രം ദ ലൈൻസ് ഗിവൺ ബിലോ. അതായത് ഹൈപ്പർബോൾ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഹൈപ്പർബോളിൻ്റെ കാര്യം പറഞ്ഞില്ലേ? അപ്പോൾ ഇവിടെ ഹൈപ്പർബോൾ ആയിട്ട് വരുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. മനുഷ്യനോട് ചെയ്യണ കാര്യങ്ങൾ ആലോചിച്ചിട്ട് അല്ലെങ്കിൽ എന്താണ് മാനിനെ പറ്റി ആലോചിക്കുമ്പോഴാണ് ആർക്ക് വിഷമം വരുന്നത്? നമ്മുടെ പോയിറ്റിന് വിഷമം വരുന്നത്. ഇതാണ് ഫസ്റ്റത്തേൻ്റെ ആൻസർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡിൽ ഇത് ഏതായിരിക്കും? നോക്കിയേ, സെക്കൻഡിൻ്റെ ആൻസർ ആണ് ഇത്. I had 1,000 blended notes. എന്തുകൊണ്ടാണ് ഇത് വരാനുള്ളതിൻ്റെ
കാരണം എന്തായിരിക്കും? കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താണ് ലൈക്ക് പോയിട്ട് എന്താ പറയണത്, ഞാൻ 1000 കൂടിക്കലർന്ന ബ്ലെൻഡഡ് ആയിട്ടുള്ള മ്യൂസിക് കേൾക്കുകയാണെന്നാണ് പറയണത്. ഇപ്പം നമ്മളാണെങ്കിൽ സാധാരണ എന്താ പറയുക, ഞാൻ ആ പറമ്പിൽ പോയപ്പോൾ പക്ഷികളുടെ സൗണ്ട് കേട്ടെന്നല്ലേ പറയുള്ളൂ. അതിന് പകരം എന്താ പറയണ, ഞാൻ 1000 അല്ലേ, 1000 എന്താണ് കൂടിക്കലർന്ന മ്യൂസിക് അല്ലേ, സംഗീതം കേട്ടു എന്നാണ് പറയണത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്കൻഡിൻ്റെ ആൻസർ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഡിഡ് നേച്ചർ ലിങ്ക് ദി ഹ്യൂമൻ സോൾ ടു? അതായത് നേച്ചർ ഹ്യൂമൻ സോളിനായിട്ട് എന്താണ് ലിങ്ക് ചെയ്യണത്? നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു വരി എഴുതി വെച്ചാൽ തന്നെ ആൻസർ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കറക്റ്റായിട്ടൊരു സെൻറ്റൻസ് ആയിട്ടായാലും എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഫെയർ വർക്ക്, നേച്ചറിൻ്റെ ഫെയർ വർക്കാണ് എന്ത്, ആ ഒരു അത് മൊത്തം എഴുതേണ്ടി വരും കേട്ടോ. ഈ 2 ലൈൻ മൊത്തം എഴുതിയാൽ മതി. മൊത്തം എഴുതിയാലും നിങ്ങൾക്ക് ആൻസർ കിട്ടില്ല. നിങ്ങൾക്ക് ഒരു എന്തായിട്ടും എഴുതാം, ഒരു സെൻറ്റൻസ് പോലെ ആക്കിയിട്ടായാലും എഴുതാം. അതായത് നേച്ചർ അതിൻ്റെ ഫെയർ വർക്ക്സ് ആരായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്, മനുഷ്യന്മാരായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. അതാണ് മൂന്നാമത്തേൻ്റെ ആൻസർ. ഫെയർ വർക്ക്സ് ആണ് മൂന്നാമത്തേൻ്റെ ആൻസർ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയ നാലാമത്തത്, റൈറ്റ് ദി റൈം സ്കീം ഓഫ് ദി ഫസ്റ്റ് സ്റ്റാൻസ. അപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കുക, ഈ ഒരു പോയത്തിൽ മിക്കതിൻ്റെയും അതായത് എല്ലാത്തിൻ്റെയും റൈം സ്കീം ഏതാണ്, എ ബി തന്നെയാണ് കേട്ടോ. എ ബി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾ ഈ ഒരു പോയത്തിൽ റൈം സ്കീം ഏത് ചോദിച്ചാലും എന്താണ്, എ ബി തന്നെയാണ് റൈം സ്കീം വരുന്നത്. അപ്പം ഈ ഒരു പോയത്തിൽ നിന്ന് ചിലപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസിക്ക് വരുന്ന സെക്കൻഡ് സ്റ്റാൻസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ത് തന്നെയായിരിക്കും, എ ബി തന്നെയാണ്. ഇനി വിച്ച് ലൈൻസ് ദി പോയം പേഴ്സോണിഫൈ ഫ്ലവേഴ്സ്. അപ്പോൾ എന്താണ് പോയം ഫ്ലവേഴ്സിനെ എങ്ങനെയാണ് പേഴ്സോണിഫൈ ചെയ്യണതെന്നാണ് ചോദിക്കുന്നത്. എന്താണ് ഈ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ആട്രിബ്യൂട്ടിങ് ഹ്യൂമൻ ക്വാളിറ്റീസ് ടു ദി അതർ തിങ്സ്. അതായത് എന്താണ്, മനുഷ്യന്മാരുടെ ക്വാളിറ്റീസ് മറ്റുള്ള വസ്തുക്കൾ കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മുടെ പൂക്കളെ പേഴ്സോണിഫൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ നോക്കിയേ. ദ പെരിവിങ്കിൾ ട്രയൽ ഇറ്റ് ബ്രീത്ത്സ്, ഈ ലാസ്റ്റ് വൺ ആണ് എൻജോയ് ദ എയർ ഇറ്റ് ബ്രീത്ത്സ്. ഇതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, അതാണ് അപ്പം എന്ത് നമ്മുടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ക്ലിയർ ആയോ? അതായത് ഇവിടെ എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലവേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ബ്രീത്ത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അല്ലേ. ഫ്ലവേഴ്സ് ബ്രീത്ത് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് എന്താണ്, ആ ഫ്ലവേഴ്സിന് മനുഷ്യന്മാരൊരു ക്വാളിറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാം, അതാണ് ഇവിടുത്തെ പേഴ്സോണിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ഇതേപോലെ തന്നെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, സ്റ്റാൻസ് കറക്റ്റായിട്ട് വായിച്ച് നോക്കുക, എന്നിട്ട് വേണം ഇതിൻ്റെ ആൻസേഴ്സ് എഴുതാൻ. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ ആണെങ്കിലും മെയിനായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഇതല്ലാതെ പോയിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻസ് വേറെ ചോദിച്ച് കാണാറില്ല. അപ്പോൾ ഇതേ സ്റ്റാൻസ് തന്നെ വരണമെന്നില്ല കേട്ടോ. വേറെ സ്റ്റാൻസുകളും വരും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സ്റ്റാൻസുകളൊക്കെ നല്ലോണം വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക എപ്പോഴും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. ഈ ഒരു അപ്രീസിയേഷനും ഈ ക്വസ്റ്റ്യൻ ആൻസറും നിങ്ങൾ നല്ലോണം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വേറെയും ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ഉണ്ടാവും, അതൊക്കെ നോക്കുക. അപ്രീസിയേഷൻ നന്നായിട്ട് തന്നെ, ഇതെന്തായാലും മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു സാധനമാണ്. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം. ഓക്കെ, താങ്ക് യു.